ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. രാജ്യത്തെ ബാങ്കുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കണമെന്നും നിർദ്ദേശം. ഇന്ത്യ പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബാങ്കുകളും പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്ന് നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു. അതിർത്തി പ്രദേശങ്ങളിലെ ശാഖകളിൽ ജോലി ചെയ്യുന്ന ബാങ്ക് ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ധനമന്ത്രി ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. അതിർത്തി സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും മേധാവികളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതിർത്തി പ്രദേശങ്ങളിൽ ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങൾക്ക് തടസ്സമില്ലെന്ന് ഉറപ്പാക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശിച്ചു. ATMകളിൽ പണലഭ്യത, UPI, ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ, അവശ്യ ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും നിർമ്മല സീതാരാമൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷാ സംവിധാനങ്ങളുടെയും ഡാറ്റാ സെന്ററുകളുടെയും പതിവ് ഓഡിറ്റുകൾ നടത്താനും എല്ലാ ഡിജിറ്റൽ കോർ ബാങ്കിംഗ് അടിസ്ഥാന സൗകര്യങ്ങളും 24 മണിക്കൂറും നിരീക്ഷിക്കാനും ധനമന്ത്രി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വൻതോതിലുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ബാങ്കുകൾ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും സ്ഥാപനങ്ങളുടെ മേധാവികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ IT ഉദ്യോഗസ്ഥർക്ക് വർക്ക് ഫ്രം ഹോം നൽകി കമ്പനികൾ. യാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. അതിർത്തിയിൽ സംഘർഷങ്ങൾ രൂക്ഷമായപ്പോൾ ഇന്ത്യയിലെ പ്രധാന IT ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ സുരക്ഷാ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ജീവനക്കാരോട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. HCL ടെക്, ഡെലോയിറ്റ്, EY, ടെക് മഹീന്ദ്ര, KPMG എന്നിവയുൾപ്പെടെ നിരവധി കമ്പനികളുടേതാണ് തീരുമാനം. ഡൽഹി NCRലും വടക്കൻ സംസ്ഥാനങ്ങളിലും സുരക്ഷാ മുന്നറിയിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡൽഹി, നോയിഡ, ഗുരുഗ്രാം, ചണ്ഡീഗഡ്, മറ്റ് ഉയർന്ന ജാഗ്രതാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് വർക്ക് ഫ്രം ഹോം നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതിർത്തി സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് അവരുടെ നാടുകളിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്പെക്ട്രം ഫീസ് നിശ്ചയിച്ച് ട്രായ്. നിരക്ക് 4% മാറ്റം വരുത്തി ടെലികോം റെഗുലേറ്റർ. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നൽകേണ്ട സ്പെക്ട്രത്തിന്റെ വിലനിർണ്ണയം സംബന്ധിച്ച ശുപാർശകൾ ട്രായ് പുറത്തിറക്കി. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് പോലുള്ള ഓപ്പറേറ്റർമാരിൽ നിന്നും വാർഷിക വരുമാനത്തിന്റെ 4% ഫീസായി ഈടാക്കാൻ നിർദ്ദേശിച്ചു. നഗരപ്രദേശങ്ങളിൽ സേവനങ്ങൾ നൽകുന്ന ഓപ്പറേറ്റർമാർ ഓരോ വരിക്കാരനും പ്രതിവർഷം 500 രൂപ അധികമായി നൽകേണ്ടി വരുമെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന് നൽകിയ ശുപാർശകളിൽ ട്രായ് പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലെ സേവനങ്ങൾക്ക് അധിക ലെവി ബാധകമല്ല. 5 വർഷത്തേക്ക് അനുവദിക്കുന്ന സ്പെക്ട്രത്തിന് 2 വർഷത്തെ കാലാവധി നീട്ടി നൽകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റാർലിങ്കിന് സേവനങ്ങൾ ആരംഭിക്കുന്നതിനായി അനുവാദം നൽകിയിരുന്നു. കുറച്ചു മാസങ്ങളായി ഇന്ത്യയിലെ സാറ്റലൈറ്റ് സേവനങ്ങൾക്കായി സ്പെക്ട്രം നൽകുന്നതിനുള്ള ലേലം നടത്തണമെന്ന് ജിയോയും എയർടെലും ഒന്നിച്ചാവശ്യപ്പെട്ടിരുന്നു. ട്രായ് ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിന്റെ വിലനിർണ്ണയത്തിന് അംഗീകാരത്തിനായി മന്ത്രിസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സേവനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാറ്റ്കോമിനും അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.